ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷും ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നാളെ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഏതാണ് എക്സാം വരുന്നത്? ഗണിതമാണ് എക്സാം വരുന്നത് അല്ലേ? അപ്പൊ എല്ലാ കൂട്ടുകാരും പഠിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പൊ ടീച്ചർ എന്തിനാ വന്നിട്ടുള്ളതെന്ന് വെച്ചാല് മക്കൾക്ക് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് കൂട്ടുകാർക്ക് ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരാനും ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാരും ഇവിടെ നോക്കിക്കേടാ. നമ്മള് ടീച്ചർ ഇവിടെ കുറച്ച് ഗുണനക്രിയകളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്തരത്തിൽ മക്കൾക്ക് നിങ്ങളുടെ ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഗുണന പട്ടിക അറിയാലോ, പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? ടീച്ചർ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഗണിതത്തിന്റെ ക്ലാസ് എടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ള കാര്യം കേട്ടോ. അപ്പൊ മക്കൾക്ക് എന്ത് ചെയ്യും, ഇത്തരത്തിൽ ചിലപ്പം കുറച്ച് ക്രിയകളൊക്കെ തരും. മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കുറച്ച് ക്രിയകൾ തന്നിട്ട് അതിന്റെ ആൻസർ മക്കളെടുത്ത് എഴുതാനായിട്ട് പറയൂ കേട്ടോ. എങ്കിൽ പെട്ടെന്നൊന്ന് ആൻസർ പറഞ്ഞേടാ. 3 × 5 എത്രയാ? 3 × 5 3 × 5 എത്രയാ മക്കളെ? 15 ആണ് അല്ലെ? 15. അടുത്ത് നോക്കിക്കേടാ. 8 × 10 എത്രയാ? 8 × 10 എത്രയാടാ? 80 ആണ് അല്ലെ? 18. അതുപോലെ 6 × 6 6 ഗുണിക്കണം 6 എത്രയാ മക്കളെ? 36 ആണ് അല്ലെ? 36. 5 ഗുണിക്കണം 5 എത്രയാ മക്കളെ? വേഗം പറഞ്ഞേ. 5 × 5 25 ആണ് അല്ലെ? 25 ആണ്. അടുത്തത് 4 × 2 എത്രയാടാ? 8 ആണ് അല്ലെ? 8 ആണ്. അപ്പം ഇത്തരത്തിലുള്ള ഗുണനക്രിയകൾ മക്കൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് എന്ത് ചെയ്യാൻ, ആൻസർ കണ്ടെത്താനായിട്ട് പറയും കേട്ടോ. അപ്പൊ ഇതിൽ അന്ന് നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ ആൻസർ ഇത്തരത്തിൽ എഴുതാനല്ലായിരുന്നു, ഓൾറെഡി ആൻസർ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിലോട്ട് ഓരോ ക്രിയയും വരച്ച് യോജിപ്പിക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഏതാണ് ക്രിയ ചെയ്തിട്ട് ആൻസർ കിട്ടുക വെച്ചാൽ ആ ക്രിയയും അതുപോലെ തന്നെ തന്നിട്ടുള്ള ഉത്തരത്തിലേക്ക് ആ ക്രിയയെ വരച്ച് ചേർക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, വേഗം ഇരുന്നിട്ട് ടേബിള് പഠിച്ചോളൂ കേട്ടോ. ഏതെങ്കിലും കൂട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടേബിള് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. വലിയ പ്രയാസമൊന്നും ഇല്ലല്ലോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ ഒരു ഏരിയ നോക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഗുണനവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ് മക്കളെ, ഒരു ഫ്ലവർ ഉണ്ട് അല്ലെ? ഒരു ഫ്ലവറിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, അതിൽ ഒരുപാട് ക്രിയകൾ അല്ലെ, ഗുണനക്രിയകൾ ടീച്ചർ എഴുതിയിട്ടുണ്ട്. നടുവിൽ ഒരു സംഖ്യയും എഴുതിയിട്ടുണ്ട്. ഏതാ മക്കളെ? 24 അല്ലെ? 24 എഴുതിയിട്ടുള്ളത്. എന്നാൽ മക്കളടുത്ത് പറഞ്ഞത് ഇതായിരുന്നു, ഈ 24 എന്ന ഉത്തരം വരുന്ന ഇതളുകൾ കണ്ടെത്തിയിട്ട് അതിന് മാത്രം നിറം നൽകാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൂവിന് മുഴുവനായിട്ട് നിറം നൽകാനല്ല, 24 എന്ന് ആൻസർ കിട്ടുന്ന ഏതൊക്കെ ഇതളുകളാണ് എന്ന് കണ്ടെത്തിയിട്ട് അവയ്ക്ക് മാത്രം എന്ത് ചെയ്യാന്, നിറം നൽകാൻ കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഷെയ്ഡ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കിക്കേ മക്കളെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. 2 × 10 2 × 10 എന്ന് പറഞ്ഞാൽ 24 ആണോടാ? ആണോ? 2 × 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ആണല്ലേ? അപ്പൊ ഈ ഒരു പെറ്റലിന് നിറം നൽകേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു ഇതളിന് നിറം നൽകേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലെ? ഇനി അടുത്ത് നോക്കിക്കേ മക്കളെ. 7 × 3 7 ഗുണിക്കണം 3 എത്രയാടാ? 21 ആണ് അല്ലെ? 21 ആണ് ആൻസർ വരുന്നത്, 24 അല്ല. അപ്പം ഇതിന് നമ്മൾ നിറം നൽകേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലെ? അടുത്ത് നോക്കിക്കേ മക്കളെ. 4 × 6 4 ഗുണിക്കണം 6 എത്രയാ മക്കളെ? എത്രയാണ്? 4 × 6 എത്രയാണ്? 24 ആണ് അല്ലെ? അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇതളിന് നമ്മൾ എന്ത് ചെയ്യണം, ഷെയ്ഡ് നൽകണം. ഈ ഒരു ഇതളിന് നമ്മൾ നിറം നൽകണം. അത് നോക്കിക്കേ മക്കളെ. 8 × 3 8 ഗുണിക്കണം 3 ഒന്ന് വേഗം പറഞ്ഞു നോക്കിക്കേടാ. ടേബിള് എത്രയാണടാ? 24 ആണല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇതളിന് നമ്മൾ എന്ത് ചെയ്യാ, നിറം നൽകണം. അടുത്ത് നോക്കിക്കേ മക്കളെ. 6 ഗുണിക്കണം 4 എത്രയാടാ? 24 ആണ് അല്ലെ? നേരത്തെ നമ്മൾ 4 ഗുണിക്കണം 6 24 ആന്ന് പറഞ്ഞു. അപ്പൊ 6 ഗുണിക്കണം 4 എത്രയാണടാ? 24 ആണല്ലേ? അപ്പൊ 3 ഇതളുകൾക്ക് നമ്മൾ എന്ത് ചെയ്തു, നിറം നൽകി. അപ്പം ഇത്തരത്തില് ഗുണനക്രിയകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം നമുക്ക് വരും. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ഗുണന പട്ടിക നിർബന്ധമായിട്ട് മക്കള് പഠിച്ചിട്ടിരിക്കുക. നമുക്ക് എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കണക്കുകളാണ്. ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതെങ്ങനെയാ മക്കൾക്ക് വരാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്ലോക്ക് തരും. ഒരു ക്ലോക്ക് തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ക്ലോക്ക് തന്നിട്ട് അതിൽ സംഖ്യകളൊക്കെ തരും കേട്ടോ. അവിടെ 12 3 9 1 2 4 5 7 8 10 11 ഇത്തരത്തിൽ എന്ത് ചെയ്യും, സംഖ്യകളൊക്കെ മക്കൾക്ക് തരും. പക്ഷെ എന്തുണ്ടാവില്ല, സൂചി ഉണ്ടാവില്ല. എന്നിട്ട് മക്കൾക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ടൈം തരും. ഇപ്പൊ നോക്കിക്കേടാ, ഇത് എത്രയാണ് സമയം? 9:30 അല്ലേ?
9:30 സമയം, 9:30 സമയം. എന്നിട്ട് മക്കളടുത്ത് പറയും ഈ ക്ലോക്കില് ഈ 9:30 എന്ന് പറയുന്ന ടൈം വരച്ച് ചേർക്കാനായിട്ട് പറയും. അതായത് അവയുടെ സൂചി വരയ്ക്കാനായിട്ട് പറയും. മനസ്സിലായോ? 9:30 എന്ന് പറയുന്ന സമയം വരയ്ക്കാനായിട്ട്. അപ്പൊ നമ്മൾ എവിടെ വരയ്ക്കണം മക്കളെ? എവിടെ വരയ്ക്കണം? എങ്ങനെയാ നമ്മൾ വരയ്ക്കുക? എത്ര മക്കളെ സമയം? 9:30 അല്ലേ? ഏകദേശം നമ്മൾ ഈ 9-ന് നേരെയായിട്ടും 6-ന് നേരെയായിട്ടും ഏകദേശം നമ്മൾ വരച്ചാൽ എത്ര കിട്ടും നമുക്ക്? 9:30 എന്ന് കിട്ടൂല്ലേ? കറക്റ്റ് 9-ന് നേരെയാക്കി വരയ്ക്കരുത്, കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് വേണം നമ്മൾ സൂചി വരയ്ക്കാനായിട്ടില്ല. അപ്പൊ എത്ര കിട്ടി മക്കളെ? നമുക്ക് 9:30 കിട്ടി. മനസ്സിലായോ? ഇനി മക്കൾക്ക് എന്ത് ചെയ്യും? ചിലപ്പം ഇതുപോലെ ക്ലോക്ക് തരും, ക്ലോക്കിൽ ഒരു സമയം തരും കേട്ടോ. ഓക്കെ, ഇതുപോലെ ഒരു ക്ലോക്കിൽ സമയം തന്നിട്ട് ക്ലോക്കിൽ എത്രയായി സമയം എന്നുള്ളത് കണ്ടെത്തിയിട്ട് എഴുതാനായിട്ട് ചെറിയൊരു ബോക്സും തരും. എത്രയായി മക്കളെ സമയം? നോക്കി പറഞ്ഞേ എത്രയാണ്? അപ്പൊ ഇവിടെ ഒരു സൂചി 3-ന് നേരെയും വലിയ സൂചി 1-ന് നേരെയാണ് അല്ലെ? അപ്പൊ സമയം എത്രയാണ് മക്കളെ വരുന്നത്? 3:05 സമയം വരുന്നത് അല്ലെ? അപ്പം ഇത്തരത്തിലുള്ള ചോദ്യം വരികയാണെങ്കിൽ ഒരുവിധം എല്ലാ കൂട്ടുകാരും തെറ്റിക്കാതെ തന്നെ എഴുതും. ഇനി ഏതെങ്കിലും മക്കൾക്ക് ഈ ഒരു കാര്യത്തിൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീട്ടിൽ പഴയ ക്ലോക്ക് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യുക? 1-2 സമയങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഒരു 1-2 ചിത്രങ്ങളൊക്കെ വരയ്ക്കുക. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തി ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് ഈ ഒരു ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ എവിടേക്ക് ഒന്ന് യാത്ര പോയി. നമ്മുടെ വീട്ടിൽ നിന്ന് യാത്രയ്ക്ക് പുറപ്പെട്ടിട്ടുള്ള സമയം എന്ന് പറയുന്നത് 9:30 ആണ് കേട്ടോ. എത്ര മണിക്കാണ്? 9:30 നമ്മൾ യാത്ര പുറപ്പെട്ടത്. അങ്ങനെ യാത്ര തുടങ്ങി നമ്മൾ എത്തിച്ചേർന്ന സമയം 3 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നത് കേട്ടോ. എങ്കിൽ എത്ര മണിക്കാണ് നമ്മൾ പോയ സ്ഥലത്ത് എത്തിച്ചേർന്നത് എന്നുള്ള രീതിയിൽ മക്കൾക്ക് എന്ത് ചെയ്യും? ചോദ്യങ്ങൾ വരും കേട്ടോ. അപ്പൊ നമുക്കറിയാം നമ്മൾ യാത്ര പുറപ്പെട്ടത് എത്ര മണിക്കാണ്? 9:30. എത്ര മണിക്കൂറിന് ശേഷമാണ് നമ്മൾ എത്തിച്ചേർന്നത്? 3 മണിക്കൂറിന് ശേഷമാണ്. എങ്കിൽ നമ്മൾ ഏത് സമയത്തായിരിക്കും എത്തിയിട്ടുണ്ടാവുക? കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 9:30 എന്ന് പറയുന്ന സമയത്തിലോട്ട് എത്ര മണിക്കൂർ നമ്മൾ ചേർത്ത് കൊടുക്കണം? 3 മണിക്കൂർ അല്ലേ? 9:30 നമ്മൾ 1 മണിക്കൂർ ചേർക്കുമ്പോ സമയം എത്രയാടാ? 9:30 എന്നുള്ളത് 10:30 ആയിട്ട് മാറില്ലേ? അതിലോട്ട് വീണ്ടും നമ്മൾ 1 മണിക്കൂർ ചേർക്കുമ്പോ എത്രയായി? 11:30. അതിലേക്ക് വീണ്ടും 1 മണിക്കൂർ ചേർക്കുമ്പോ എത്രയായി മക്കളെ? 12:30. മനസ്സിലായോ? അപ്പൊ നമ്മൾ എത്ര മണിക്കായിരിക്കും എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കുക? 12:30 എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അത് നമ്മൾ കണ്ടെത്തി. എന്നിട്ട് മക്കളടുത്ത് പറയും എത്തിച്ചേർന്ന സമയം ക്ലോക്കിൽ വരയ്ക്കാനായിട്ട് പറയും. മക്കളടുത്ത് സ്വയം ഒരു ക്ലോക്ക് വരയ്ക്കാനായിട്ട് പറയും കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? അത് വരയ്ക്കാം. ഇനി ഒരു പക്ഷെ നമ്മൾ ഈ എത്തിച്ചേർന്ന സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തെറ്റിപ്പോയി. ഇപ്പൊ 12:30 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? 11:30 എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ആ സമയം ക്ലോക്കിൽ വരയ്ക്കാനായിട്ട് പറഞ്ഞില്ലേ? എന്നിട്ട് നമ്മൾ 11:30 ക്ലോക്കിൽ വരച്ചു വെക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടില്ല? 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കും നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാം മക്കൾ? കൃത്യമായിട്ട് തന്നെ നോക്കുക കേട്ടോ. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. കാര്യം ക്ലോക്കുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. കാര്യം ആദ്യത്തെ തെറ്റിയെങ്കിൽ നമ്മൾ ആ ആൻസർ വെച്ചിട്ടായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ വീണ്ടും ചെയ്തു വരേണ്ടി വരിക. അപ്പൊ ആദ്യത്തെ തെറ്റുമ്പോൾ ബാക്കിയുള്ളത് സ്വാഭാവികമായിട്ട് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്ലോക്കുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് വരിക. പിന്നെ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന് കുറച്ചൊരു പ്രയാസം ഉണ്ടായിരിക്കാം കേട്ടോ. അത് വലിയ പ്രയാസം ഒന്നും ഉണ്ടായിരിക്കില്ല. മക്കൾ എന്ത് ചെയ്യാവുന്ന വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ മക്കളെ, അപ്പൊ ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നാളെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം വരും കേട്ടോ. കലണ്ടർ കണക്ക് വരും. അതിൽ മക്കൾക്ക് എന്താ തരിക എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വർഷത്തെ, നമുക്ക് ഈ ഒരു വർഷത്തെ കലണ്ടർ തന്നെയായിരിക്കും തരിക. അപ്പൊ നമുക്ക് ഏതാണ് മാസം വരുന്നത്? ഡിസംബർ ആണ് അല്ലെ? 2024 ഡിസംബർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ചിലപ്പോൾ ഈ ഒരു മാസത്തെ കലണ്ടർ തന്നെ തരും. എന്നിട്ട് എന്ത് ചെയ്യും? അത് കലണ്ടറിൽ ചിലപ്പം ചില കോളങ്ങളൊക്കെ വിട്ടു പോയിട്ടുണ്ടായിരിക്കും. ഡിസംബർ മാസത്തെ ഒരു കലണ്ടർ തരികയാണെങ്കിൽ അതിലെ കോളങ്ങളൊക്കെ ചിലപ്പം വിട്ടു പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് മക്കളടുത്ത് എന്ത് ചെയ്യാനായിട്ട് പറയും? പൂർത്തീകരിക്കാനായിട്ട് പറയും കേട്ടോ. കലണ്ടറിൽ ചിലപ്പോൾ 1-2 ഡേറ്റുകൾ മാത്രം നമുക്ക് അവിടെ തന്നിട്ട് ബാക്കി ഡേറ്റുകൾ എഴുതാനായിട്ട് പറയും. അപ്പൊ ഏതെങ്കിലും ഒരു ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള ഡേറ്റുകളൊക്കെ എഴുതാനായിട്ട് വലിയ പ്രയാസമല്ല അല്ലെ? മക്കൾ എഴുതില്ലേ? അവിടെ മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഡിസംബർ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ള കാര്യം. എത്ര ദിവസങ്ങളാടാ? 31 ദിവസങ്ങളുണ്ട്. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കലണ്ടറിലെ കളങ്ങൾ പൂർത്തീകരിച്ച് എഴുതാവുന്നതാണ് അല്ലെ? അപ്പം ആ കാര്യം ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കലണ്ടറിൽ ഏതെങ്കിലും ഒരു ദിവസം എടുക്കും. ഇപ്പൊ ശനി
എന്നിട്ട് നമ്മളിത് ചോദിക്കുകയാണ് 2024 ഡിസംബർ മാസത്തിൽ ആകെ എത്ര ശനിയാഴ്ചകളുണ്ട്, ഏതൊക്കെ തീയതികളാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ശനി എന്ന് പറയുന്ന ആ ഒരു കോളം എടുത്തിട്ട് നമ്മൾ അവിടെ വരുന്ന തീയതികളൊക്കെ എഴുതി കൊടുക്കുക കേട്ടോ. അതുപോലെ എത്ര എണ്ണം ഉണ്ട്, 4ആണോ 5ആണോ ഉള്ളത് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്തിട്ട് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അത് തെറ്റാനുള്ള ഒരു സാധ്യത എവിടെയാ വരുന്നത് വെച്ചാൽ നമ്മൾ സ്വയമാണ് ആ ഒരു കലണ്ടർ പൂർത്തീകരിച്ചത് എന്ന് വെച്ചാൽ ചിലപ്പോൾ തെറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾ കളങ്ങൾ പൂർത്തീകരിക്കാനുള്ള ചോദ്യമാണ് ആദ്യം തരുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അത് പൂർത്തീകരിക്കാനായിട്ട് നോക്കുക. ഒരിക്കൽ എഴുതി കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്ന് റീചെക്ക് ചെയ്യുക കേട്ടോ, എഴുതിയതൊക്കെ ശരിയാണോ എന്നുള്ള കാര്യം. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കുക മക്കളെ. ടീച്ചർ എന്ത് ചെയ്തു? ഇത് ഇവിടെ ഒരു കോളം കണ്ടോ? ഇത് ഒരു കലണ്ടറിന്റെ ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഈ വിട്ടുപോയിട്ടുള്ള കണങ്ങൾ മക്കളെടുത്ത് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഈ വിട്ടുപോയിട്ടുള്ള കണങ്ങൾ പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പൂർത്തീകരിച്ച് നോക്കാം അല്ലെ. ഇവിടെ 18 ആണെങ്കിൽ തൊട്ട് മുന്നത്തെ ഈ ഒരു കോളം എത്രയായിരിക്കും മക്കളെ? 17 ആണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാം. ഇവിടെ എത്രയാണ് മക്കളെ? 19 ആണെന്നും എല്ലാ കൂട്ടുകാർക്കും അറിയാം അല്ലെ. ഓക്കെ, ഇനി നമുക്ക് എവിടെ കിട്ടണം? ഇവിടെയും കിട്ടണം, ഇവിടെയും കിട്ടണം. അപ്പൊ ഇവിടെ ചില കൂട്ടുകാർ വിചാരിക്കും ഇവിടെ 19 ആണല്ലേ, അപ്പൊ ഇവിടെ ഒരു കോളം വന്നാൽ ഇവിടെ 20, ഇവിടെ 21. അതേ രീതിക്കായിരിക്കുമോ വരിക? അങ്ങനെ ആയിരിക്കുമോ? ചാടിക്കേറി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ല കേട്ടോ വരിക. മക്കൾക്ക് അറിയാലോ, ഇവിടെ 18 ആണെങ്കിൽ ഈ തൊട്ട് മുകളിലുള്ള ഈ കോളത്തിലെ സംഖ്യ എത്രയായിരിക്കും മക്കളെ? എത്രയായിരിക്കും? ഈ 18ൽ നിന്ന് 7 കുറഞ്ഞിട്ടുള്ള ഒരു സംഖ്യ ആയിരിക്കും ഇവിടെ മുകളിൽ ഉണ്ടായിരിക്കുക അല്ലേടാ? അല്ലേ? ഓക്കെ, അപ്പൊ 18ൽ നിന്ന് 7നെ പോക്കി കഴിഞ്ഞ ബാക്കി എത്ര ഉണ്ടായിരിക്കും മക്കളെ? എത്ര ഉണ്ടായിരിക്കും? 11 ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. എങ്കിൽ ഇവിടെ എത്രയായിരിക്കും മക്കളെ സംഖ്യ ഉണ്ടായിരിക്കുക? എത്രയായിരിക്കും? 18ലോട്ട് നമ്മൾ എത്ര ആഡ് ചെയ്ത് കൊടുക്കണം? 7 ആഡ് ചെയ്ത് കൊടുത്തിട്ട് കിട്ടുന്ന സംഖ്യ ആയിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പൊ എത്രയാടാ മക്കളെ ഉണ്ടായിരിക്കുക? അതെ, 25 ഉണ്ടായിരിക്കുക അല്ലെ. അപ്പം ഇത്തരത്തിൽ ചിലപ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യും? കലണ്ടറിന്റെ ചെറിയൊരു പോർഷൻ തന്നിട്ട് ആ കളങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ചോദിക്കൂ കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? ഈ ഒരു കാര്യം കൂടി മക്കള് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് പാറ്റേൺ പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അത് നമുക്ക് എപ്പോഴും നമ്മുടെ പരീക്ഷ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, പാറ്റേൺ പൂർത്തീകരിക്കാനായിട്ട്. അപ്പൊ നോക്കിക്കേ മക്കളെ, ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ നോക്കിക്കേ, 24, 28, 32 അല്ലെ. ഇവിടെ എത്രയോ ഒരു സംഖ്യ കൂടി കൂടിയിട്ടാണ് വരുന്നത് അല്ലെ. 24, 28 ആണെങ്കിൽ അവിടെ എത്രയാണ് മക്കളെ കൂടി വരുന്നത്? എത്രയാണ് കൂടി വരുന്നത്? 4 കൂടി വരുന്നത്. 28, 32ലോട്ടാവാൻ വീണ്ടും എത്ര കൂടി മക്കളെ? 4 കൂടി. എങ്കിൽ അടുത്ത സംഖ്യ എത്രയായിരിക്കും മക്കളെ? 32ലോട്ട് 4 കൂടിയിട്ട് 36 ആവും. വീണ്ടും 36ലോട്ട് 4 കൂട്ടിയിട്ട് എത്രയായിരിക്കും മക്കളെ? 40 ആയിട്ട് മാറും. അടുത്ത നോക്കിക്കേടാ, 30ന് 36 ആയി, 36 42 ആയി, 42 48 ആയി അല്ലേ. ഇവിടെയും സംഖ്യകൾ കൂടി കൂടിയിട്ടാണ് വരുന്നത്. എത്ര വീതം മക്കളെ കൂടി വരുന്നത്? 30 36 ആണെങ്കിൽ എത്ര കൂടണം? 6 കൂടണം. 36 42 ആണെങ്കിൽ എത്ര കൂടണം? 6 കൂടണം. 42 48 ആണെങ്കിൽ എത്ര കൂടണം മക്കളെ? 6 കൂടണം. 42ലോട്ട് 6 ചേർത്താൽ എത്രയാണ് മക്കളെ? 54. ക്ലിയർ ആയിട്ടുണ്ടോ? ലാസ്റ്റ് വരെ നോക്കിക്കേ, 27, 24, 21, 18 അല്ലെ. ഇവിടെ എത്രയൊരു സംഖ്യ കുറഞ്ഞാണ് വരുന്നത് അല്ലെ. 27ൽ നിന്ന് 24 ആണെങ്കിൽ എത്ര കുറഞ്ഞിട്ടുണ്ടായിരിക്കും മക്കളെ? 3 കുറഞ്ഞിട്ടുണ്ട് അല്ലെ. 24ന് 21ലേക്ക് എത്താൻ വീണ്ടും 3 കുറഞ്ഞു. 21ന് 18ലോട്ട് എത്താൻ വീണ്ടും 3 കുറഞ്ഞു. എങ്കിൽ അടുത്ത സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? 18ൽ നിന്ന് വീണ്ടും നമ്മൾ 3 കുറയ്ക്കണം അല്ലെ. എത്ര കിട്ടും നമുക്ക്? 15 എന്ന് കിട്ടൂലേ. എത്ര കിട്ടൂടാ? 15 എന്ന് കിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ കൂടി മക്കൾക്ക് നാളെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അളവ് എഴുതാനായിട്ടുള്ള ഒരു പ്രവർത്തനം വരും കേട്ടോ. അത് നിങ്ങൾ ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം എങ്ങനെയാ ചോദ്യം വന്നതെന്ന് വെച്ചാൽ ഒരു സ്കെയിലൊക്കെ തരും. ഒരു സ്കെയിലിന്റെ പിക്ചർ തരും. എന്നിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ഓരോരോ ഒബ്ജക്റ്റ് വെക്കും. ഇപ്പൊ പെൻസിലോ അല്ലെങ്കിൽ ഇറേസറോ പേനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒബ്ജക്റ്റ് അതിന്റെ മുകളിൽ വെച്ചിട്ട് അതിന്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാനായിട്ട് പറയും. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ മുന്നേ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇട്ട കൂട്ടത്തിൽ ടീച്ചർ ഇട്ടിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻ ഒന്ന് അവിടെ ചെക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് സ്കെയിലൊക്കെ ഒന്ന് വരയ്ക്കാനുള്ള പ്രയാസം കൊണ്ടാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാട്ടെ. ഇനി അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? അതൊന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. അപ്പൊ അവിടെ നമുക്കൊരു സ്കെയില് തന്നിട്ട് അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഓരോന്നിന്റെ അളവ് എഴുതാനായിട്ട് പറയും. ഏറ്റവും നീളം കൂടുതൽ ഏതാണ്, ഏറ്റവും നീളം കുറവ് ഏതാന്നുള്ളതൊക്കെ എഴുതാനായിട്ട് പറയൂ കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ആ ഭാഗം കൂടി ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും നാളത്തെ ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് കേട്ടോ.
അപ്പം ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗുണന പട്ടിക തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യാം മക്കൾ, ആ കാര്യം നന്നായിട്ട് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ ഇത്രയൊക്കെയാണ് ടീച്ചർക്ക് പറയാനായിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാ, വേഗം വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം വേഗം ഇരുന്നിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ്. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ കാര്യം കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.